ഇവൻ പണി തീരുന്നതിന് മുമ്പ് ഉദ്ഘാടനം നടത്താൻ വിദഗ്ധരാണല്ലോ. അപ്പോഴാണ് ഈ സിവിൽ സ്റ്റേഷന് മുന്നിൽ നിന്ന് നഴ്സിംഗ് പെൺകുട്ടികൾ കൂക്കിയത്. ചരിത്രത്തിലാദ്യം കേരളത്തിലെ ഒരു മന്ത്രിയെ ഒരു കൂട്ടം പുതിയ തലമുറ കൂക്കി വിളിക്കുകയാണ്. ഉടയാടകളില്ലാതെ നടന്നു പോകുന്ന പോലെ. അങ്ങനെ തന്നെയാണ് ഇവൻ നടക്കുന്നത്. പണി പൂർത്തിയാവാത്ത ഈ വെള്ളിപ്പാട് കുന്ന് മാലാഞ്ചിറ വെള്ളിപ്പാട് കുന്ന് റോഡ് പണി പൂർത്തിയാക്കി എന്ന് പറയുന്ന ഒരു ഉദ്ഘാടനം. അതിലാണ് ഇവൻ ഇങ്ങനെ ഒരു തുറന്ന ജീപ്പിൽ ഇങ്ങനെ രഥയാത്ര നടത്തുന്നത്. അപ്പോഴാണ് കൂകിയത്. ഉളുപ്പില്ലാത്ത എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ യുവാക്കളുടെ യുവതികളുടെ കൂക്കലേറ്റു വാങ്ങിയ ആദ്യത്തെ മന്ത്രി അവനാണ്. വീണ്ടും ബേപ്പൂർ എന്തോ മണ്ണാങ്കട്ട ബേപ്പൂർ ഇനി ഇവിടെ കുട്ടിച്ചോറാക്കി ഇനി കുട്ടിച്ചോറാക്കാനില്ല. ആ രീതിയിൽ തകർത്തെറിഞ്ഞതാണ്. എന്നിട്ട് ഇവൻ മത്സരിക്കുകയാണ്. ഉളുപ്പുണ്ടെങ്കിൽ മത്സരിക്കാതെ ഇറങ്ങി പോകേണ്ടതല്ലേ ഇവിടെ നിന്ന്. ഇവന്റെ വിചാരം എന്താ? ഇത് കോട്ട 45 വർഷമായി ഇളകാത്ത കോട്ടയാണ്. എടോ പണ്ടിവിടെ ഇളമരങ്കരി മത്സരിച്ചപ്പോഴൊക്കെ എന്താ പറയാ ചുരുങ്ങിയ വോട്ടുകൾക്കാണ് രക്ഷപ്പെട്ടത്. നിനക്ക് കഴിഞ്ഞ പ്രാവശ്യം 28,747 വോട്ടിന്റെ ഭൂരിപക്ഷം കിട്ടിയെന്നുള്ളതൊക്കെ ശരി തന്നെ. കഴിഞ്ഞ തവണ ഒരിക്കൽ ചക്ക വീണാൽ മുയല് ചാകും. എല്ലായ്പ്പോഴും ചക്ക വീഴണമെന്നില്ല. ചക്ക വീണാലും മുയലിന്റെ തലയിലാകണമെന്നില്ല. മുയലിന്റെ തലയിലായാലും മുയൽ ചാകണമെന്നില്ല. ഓർത്തോറിയാസേ എടോ കഴിഞ്ഞ 5 വർഷം അല്ലേ, കഴിഞ്ഞ 5 വർഷം ബേപ്പൂരിനെ തകർത്തവനല്ലടോ താൻ. അല്ല റിയാസേ, ഇല്ലെങ്കിൽ താൻ പറയടോ, കൃത്യമായി പറ. നീ 5 വർഷം ബേപ്പൂരിന് വേണ്ടിയിട്ട് എന്ത് പുണ്ണാക്കാണ്ടാക്കിയത് പറയടോ. തല ഉയർത്തിപ്പിടിച്ച് പറ. ഞാൻ എന്താ ഈ ബേപ്പൂരിന് വേണ്ടി ഇന്ന കാര്യങ്ങൾ ചെയ്തു. നീ ഒരു മണ്ണാങ്കട്ടി ചെയ്തില്ലടോ. എന്താ നീ ചെയ്തത്? ഏറ്റവും വലിയ രസം എന്താണെന്നറിയോ? അതായത് നമ്മുടെ അരുൺകുമാർ ഉണ്ടല്ലോ, ഡോക്ടർ അരുൺകുമാർ, റിപ്പോർട്ടർ ടിവിയിലെ ഡോക്ടർ അരുൺകുമാർ എന്ന് പറഞ്ഞാൽ പിണറായി വിജയന്റെ എല്ലാ നെറികേടുകൾക്കും സിന്ദാബാദ് വിളിക്കുന്ന അന്തംഗമ്മിയായ ഡോക്ടർ അരുൺകുമാർ ബേപ്പൂർ വരികയാണ്. ബേപ്പൂരിലെ സ്ഥിതിഗതികളൊക്കെ കാണാൻ എന്ന് പറഞ്ഞാൽ റിയാസിനെ പെയിന്റ് അടിക്കാൻ വേണ്ടി വരികയാണ്. എങ്ങനെയാണോ അമ്മായിയച്ഛനെ മോഹൻലാൽ പെയിന്റ് അടിച്ചത് അതേപോലെ പുട്ടിയും കൊണ്ടുവന്നതാണ് ആര്? ഈ പറയുന്ന ഡോക്ടർ അരുൺകുമാർ. അവസാനം ബേപ്പൂർ കണ്ടപ്പോൾ അരുൺകുമാർ ആകെ ഞെട്ടി. അരുൺകുമാർ ഈ 140 മണ്ഡലങ്ങളിൽ ഇത്രയും നാറിയ ഇത്രയും വഷളായ ഒരു മണ്ഡലം വേറെ ഇല്ല എന്ന് അരുൺകുമാർ തിരിച്ചറിയുകയാണ് കേട്ടോ. കാരണം ആ പോർട്ടിലാണ് പോയത്. ബേപ്പൂർ തുറമുഖത്ത് പോയി. ബേപ്പൂർ തുറമുഖത്തെ അവസ്ഥ കണ്ടപ്പോ അൻവർ ഞെട്ടി. ഈ എന്താ പറയാ അരുൺകുമാർ ഞെട്ടി. അൻവർ കാണിച്ചു കൊടുത്ത ഇവിടുത്തെ അവസ്ഥ. ശുദ്ധജലം, അവിടുത്തെ നൂറുകണക്കിന് തൊഴിലാളികൾക്ക്, നൂറുകണക്കിന് മത്സ്യത്തൊഴിലാളികൾക്ക് അല്ലെങ്കിൽ പോർട്ടിലെ മറ്റ് തൊഴിലാളികൾക്ക് കുടിവെള്ളമില്ല, ശുദ്ധജല സൗകര്യമില്ല, ഒരു തരത്തിലുള്ള പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാനുള്ള സംവിധാനമില്ല. ജങ്കാറിന്റെ ആ സ്പേസിൽ ജങ്കാർ കാത്തു നിൽക്കുന്നവർക്ക് അവിടെ ഒരു കാത്തിരിപ്പ് കേന്ദ്രമില്ല. നല്ല രീതിയിലുള്ള ഒരു കാത്തിരിപ്പ് ഷെഡ് പോലുമില്ല. ഇതാണ് എന്നിട്ട് ഇവൻ പറയുന്നത് 2000 കോടി. ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞു 2000 കോടി. ഇവനിവിടെ പുല്ല് നടപ്പിലാക്കില്ലാന്നേ. ഇവരാകെ ചെയ്തത് എന്താ? 4.5 കോടിക്ക് ചാലിയാറിന്റെ തീരത്തുള്ള ഒരു റെസ്റ്റ് ഹൗസ്, നേരത്തെ ഉണ്ടായിരുന്ന റെസ്റ്റ് ഹൗസ് ആണ്. അതൊന്ന് എന്താ പറയാ ചായ മടിച്ച് അതൊക്കെ ഒന്ന് സെറ്റപ്പ് ആക്കി വെടിപ്പാക്കി. എന്തിനു വേണ്ടിയിട്ടാണ്? ബേപ്പൂരുകാർ മുഴുവൻ റെസ്റ്റ് ഹൗസിൽ ചെന്ന് കണ്ട് താമസിക്കാൻ വേണ്ടി പോകാടോ. ഈ റെസ്റ്റ് ഹൗസ് ഇവന് വേണ്ടിയിട്ട് ഇവൻ അന്തി ഉറങ്ങാൻ വേണ്ടിയിട്ട് 4.5 കോടി എന്റെയും നിങ്ങളുടെയും പൈസ എടുത്തിട്ട് ഇവൻ 4.5 കോടിക്ക് ഒരു റെസ്റ്റ് ഹൗസ് അവിടെ മോടി പിടിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ഇവൻ ഉറങ്ങാൻ ഒരു മുറി. ആ മുറി 50 ലക്ഷം രൂപയാണ്. 50 ലക്ഷം. ഇത് അൻവർ പറയുന്നതല്ല കേട്ടോ. അൻവർ പറയുന്നതല്ല, ഇത് ഇവൻ തന്നെ പറയാണ്. ഞാനിതാ ബേപ്പൂരിന് വേണ്ടിയിട്ട് റെസ്റ്റ് ഹൗസ്, 4.5 കോടിയുടെ റെസ്റ്റ് ഹൗസ്. ഇവിടെ എന്ത് 4.5 കോടിയുടെ? അതിൽ എത്ര നീ പുട്ടടിച്ചു? 4.5 കോടി ഉണ്ടത്. ബേപ്പൂർക്കാരതിന് മുന്നിലൂടെയാണ് കടന്നു പോകുന്നത്. ചാലിയാറിന്റെ കരയിലുള്ള PWD റെസ്റ്റ് ഹൗസിന്റെ മുന്നിലൂടെ കടന്നു പോകുന്ന ഒരാൾ തന്നെയെങ്കിലും തനിക്ക് വോട്ട് ചെയ്യണോ? 4.5 കോടി ദൂർത്തടിച്ചില്ലേ താൻ? അവിടെ 50 ലക്ഷത്തിന്റെ എന്താ പറയാ VIP മുറി. ആർക്ക് ഉറങ്ങാനാണോ ഈ 50 ലക്ഷം കൊണ്ട് ഈ എന്താ പറയാ അതിന്റെ ഇന്റീരിയർ വർക്ക് ചെയ്താ മുറി? ഉളുപ്പുണ്ടോ തനിക്ക്? ഉളുപ്പുണ്ടോ? മുഖ്യമന്ത്രിയുടെ മരുമോനാണെന്ന് പറഞ്ഞാണ്ട് ബേപ്പൂരിനെ വീണ്ടും ഒരു 5 വർഷം ഇതിനെ തകർക്കാനാണോ താൻ വരുന്നത്? താൻ വലിയ കോപ്പിലെ എന്താ ടൂറിസം മന്ത്രിയാണത്രേ. എടോ, ബേപ്പൂരിന്റെ ടൂറിസം സാധ്യത എത്രത്തോളം ഉണ്ടോ? നീ ഇത്രയും വലിയ മരപ്പൊട്ടനായതുകൊണ്ടല്ലേ ഈ ടൂറിസത്തിന്റെ ഒരു സാധ്യത പോലും നീ ഉപയോഗപ്പെടുത്താത്തത്. ഇവിടുത്തെ മൺകുഴി അല്ലേ? ആ റോമാ ബസാറിന്റെയും അല്ലെങ്കിൽ ഈ കൊളത്തറയുടെ സൈഡിലുള്ള ഈ ചെറുവണ്ണൂർ സ്രാമ്പിയുടെ ഭാഗത്തുള്ള ആ മൺകുഴി അല്ലേ? ഏതാണ്ട് ഒരു 16ഓളം സ്വകാര്യ വ്യക്തികളുടെ കൈവശത്തിലാണ് മൺകുഴിയുള്ളത്. മണ്ണെടുത്ത കുഴിയാണ് പണ്ട് ഓട്ട് കമ്പനിയിലേക്ക് മണ്ണെടുത്തത്. ഓട്ട് കമ്പനിയുടെ കാര്യം ഞാൻ പറയാം. ആ മൺകുഴി
അത്യാവശ്യം ചെറിയ പൈസ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഉടമസ്ഥന്മാരിൽ നിന്ന് ടൂറിസം ഡിപ്പാർട്ട്മെന്റിന് അത് വാങ്ങാം. അവിടെ ഏറ്റവും മനോഹരമായ വയനാട്ടിലെ പൂക്കോട് തടാകം പോലെയോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഏറ്റവും മനോഹരമായ ഒരു വിനോദസഞ്ചാര കേന്ദ്രമാക്കി ചെറുവണ്ണൂരിനെ മാറ്റമായിരുന്നു. ഇവൻ ചെയ്തോ? ചെയ്തില്ല. ഇവൻ അതിലൊന്നും താല്പര്യമില്ലാന്നേ. ഇവന് എങ്ങനെ കമ്മീഷൻ അടിച്ചെടുക്കാം, എങ്ങനെ പാലങ്ങൾ പെയിന്റ് അടിച്ചിട്ട്, എങ്ങനെ പാലങ്ങളിൽ വൈദ്യുത വിളക്കുകൾ ചാർത്തിയിട്ട് എങ്ങനെ അതിന്റെ കമ്മീഷൻ അടിച്ചെടുക്കാം എന്നുള്ള ഒറ്റ കാര്യം മാത്രമല്ലേ ഉള്ളൂ നിനക്ക്. അതിന്റെ അടുത്തൂടെ നീ പോയിട്ടുണ്ടോ? ആകെ മാലിന്യം നിറഞ്ഞു കിടക്കുകയാണ് മൺകുടി. നീയൊന്നും വേണ്ടോ? ഇവിടുത്തെ ഏതെങ്കിലും ഒരു സാധാരണക്കാരായ മനുഷ്യൻ ഇതിന്റെ ചുമതല ഉണ്ടെങ്കിൽ അയാൾ ആദ്യം ചെയ്യുക അതായിരിക്കും. ഫറോക്കിലൊരു ടിപ്പു കോട്ടയുണ്ട്, അറിയോ നിനക്ക്? ഫറോക്കിലുള്ള ടിപ്പു സുൽത്താൻ കോട്ട അല്ലേ? ഒരുപാട് ചരിത്ര സ്മരണകൾ ഉറങ്ങുന്ന കേരളത്തിലെ ഏറ്റവും എന്താ പറയാ ഒരു ചരിത്രത്തിന്റെ ഇടുവെപ്പാണത് ടിപ്പു സുൽത്താൻ കോട്ട. നാശമടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു അത്യാവശ്യം ബോധവും വിവരമുള്ള ഒരു ടൂറിസം മന്ത്രി ആയിരുന്നെങ്കിൽ അത് ഫറോക്കിന്റെ മുഖച്ഛായ ആകെ മാറുമായിരുന്നില്ലേ അല്ലേ? എത്ര കാലമായി അത് കാട് പിടിച്ച് കിടക്കുന്നു. എത്ര നിവേദനങ്ങൾ നൽകി തനിക്ക്. താൻ അതൊക്കെ വലിച്ചു കയറി ചവറ്റുകൊട്ടയിലിട്ടില്ലടോ. താൻ എന്ത് പുണ്ണാക്ക അവിടെ ചെയ്തത് ടൂറിസം വികസനത്തിന് വേണ്ടിയിട്ട്? നീ ഇവിടെ മറ്റേ എന്താ പറയാ ഒരു വാട്ടർ ഫെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു 4 ദിവസം വാട്ടർ ഫെസ്റ്റ് നടത്തും. ഇതാണ് ഇവിടുത്തെ ടൂറിസം അല്ലേ? കോഴിക്കോടിന്റെ ചരിത്ര പാരമ്പര്യം അറിയാത്ത, ബേപ്പൂരിന്റെ ചരിത്ര പാരമ്പര്യം അറിയാത്ത ഒരു നിർമ്മാണം. വിദേശികൾക്കൊക്കെ ഇവിടെ വന്ന് കാണാൻ പറ്റാവുന്ന ഏറ്റവും എന്താ പറയാ ആ ഒരു നിർമ്മാണത്തിലെ വൈദഗ്ധ്യങ്ങൾ വെളിപ്പെടുത്തുന്ന ഒരു ഗ്രാമം എന്തുകൊണ്ട് ഇവിടെ ഉണ്ടാക്കിക്കൂടെ എന്ന് പറഞ്ഞാൽ എണ്ണി പറയുകയാണെങ്കിൽ കേരളത്തിലെ ഏറ്റവും ടൂറിസം സാധ്യതയുള്ള മണ്ഡലമാണ് ഈ വങ്കൻ നശിപ്പിച്ചത്. എന്നിട്ട് വീണ്ടും ഉളുപ്പില്ലാതെ വോട്ട് തള്ളുകയാണ്. കഴിഞ്ഞ ദിവസം അരുണ് ബേപ്പൂർ തുറമുഖത്ത് വന്നപ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ കാണുന്നത്. അരുൺ ഞെട്ടി. ഈ തൊഴിലാളികൾക്ക് കുടിവെള്ളത്തിനുള്ള സൗകര്യമില്ല. അവരുടെ ബോട്ടിൽ നിന്ന് ഇറങ്ങി വന്ന് അവർക്ക് കയ്യും കാലും മുഖവും ഒന്ന് കഴുകാനുള്ള ശുദ്ധജലം കിട്ടുന്നില്ല. ആകെ എന്താ പറയാ വൃത്തികെട്ട അന്തരീക്ഷം. ഇതാണ് ഇവൻ ഇവിടെ ചെയ്തു കൊടുത്തത്. എണ്ണി പറയുകയാണെങ്കിൽ ഞാനിതാ ഇതിന്റെ സീരീസ് ഇന്നലെ ഒരു വീഡിയോ ചെയ്ത് 2ാമത്തെ വീഡിയോ ആണ്. ഞാനത് നിർത്താൻ പോകുന്നില്ല. അടുത്ത തെരഞ്ഞെടുപ്പ് വരെ ഇത് തുടർന്നുകൊണ്ടിരിക്കും. കാരണം ബേപ്പൂരിലെ ജനങ്ങൾ മുഴുവൻ റീൽസ് കണ്ടിട്ട് ഇവരുടെ വിചാരം ഇവൻ എന്തോ ഇവിടെ മല മറിക്കുകയാണെന്നാണ്. ഒരു മലയും മറിക്കുന്നില്ല ഇവൻ ആകെ ഞാൻ പറഞ്ഞല്ലോ ഈ കോഴിക്കോട് ഈ പഴയ പാലം അല്ലെ, പഴയ പാലം ഇങ്ങനെ വൈദ്യുത അലങ്കാരങ്ങൾ 1 കോടി 1 കോടി രൂപ ചെലവഴിച്ചിട്ടാണ് ഇവൻ പെയിന്റ് അടിച്ചിങ്ങാണ്ട് വെളുക്കു തൂക്കിയത്. 1 കോടി. ആ പാലം തകരാൻ പോവുകയാണ്. അതിന്റെ അടിയിലെ ഗർഡറുകൾ മുഴുവൻ എന്താ പറയാ തുരുമ്പ് ബാധിച്ചതാണ്. അതൊക്കെ പെയിന്റ് അടിച്ചിട്ട് ഇവൻ അവിടെ വെളുക്ക് കൊളുത്തിച്ചിരിക്കുകയാണ്. ഉളുപ്പില്ലാത്തവൻ. ഇവിടെ പാലം തകർന്ന ആൾക്കാർ വെച്ച് എത്ര പാലങ്ങളാണ് തകർന്നത്? എത്ര പാലങ്ങൾ അല്ലെ? 3 പാലങ്ങൾ ഇവൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായപ്പോ തകർന്നതാണ്. നിർമ്മാണത്തിനിടയിൽ തകർന്നതാണ്. ബേപ്പൂരുകാർ ഇതൊക്കെ കാണുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ കാണുന്നുണ്ടോ, ഇതൊക്കെ അറിയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഫുള്ള് ഉഡായിപ്പ് എന്ന് പറഞ്ഞാൽ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നാട് മാറ്റിയ നാട്ടുകാരൻ എന്ത് മാറ്റാടോ? ബേപ്പൂരിലെ ജനങ്ങൾക്കറിയാം കഴിഞ്ഞ 5 വർഷം ബേപ്പൂരിൽ എന്ത് മാറ്റമാണ് ഉണ്ടാക്കിയത്. ഒന്ന് ഈ ബേപ്പൂർ എന്ന് പറയുന്ന സ്ഥലത്തേക്ക്, ബേപ്പൂർ എന്ന് പറയുന്ന അങ്ങാടിയിലേക്കോ അല്ലെങ്കിൽ ആ തുറമുഖമൊക്കെയുള്ള ഇത്തരത്തിലുള്ള ചരിത്ര സ്മരണകൾ ഉറങ്ങുന്ന കേരളത്തിന്റെ വാണിജ്യ തലസ്ഥാനമായ ബേപ്പൂരിലേക്ക് എങ്ങനെ പോകുക എന്നറിയോ? ചെറുവണ്ണൂരിൽ നിന്ന് അങ്ങോട്ടേക്കുള്ള BC റോഡിലൂടെ പോയി നോക്കണം. ആ BC റോഡിലൂടെ യാത്ര ചെയ്താൽ അറിയും ഒരു പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി, ഇത്രയും പൊട്ടനായ ഒരു പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ആണോ ഇവിടെ ഉള്ളത് എന്ന് അത്ഭുതപ്പെട്ടു പോകും. ആ പൊട്ടിപ്പൊളിഞ്ഞ റോഡ്, വീതി കുറഞ്ഞ റോഡ്, അത് തന്നെയെങ്കിലും ചെറുവണ്ണൂരിൽ നിന്ന് നേരെ ബേപ്പൂരിലേക്ക് എത്താവുന്ന ഏതാണ്ട് ഒരു 2-2.5 കിലോമീറ്റർ കൊണ്ട് അവിടെ എത്താം. അത്തരത്തിലുള്ള റോഡ് അതൊന്ന് വീതി കൂട്ടാൻ, അതൊന്ന് പുതുക്കിപ്പടിയാൻ ഇവർക്ക് പറ്റിയില്ല. മറ്റൊന്ന് ഈ വട്ടക്കടവിൽ നിന്ന് അങ്ങോട്ട് പോകുന്ന റോഡ് എന്ന് പറയാൻ ബേപ്പൂരിലെത്താൻ ഒരു മാർഗവുമില്ലാന്നേ. ഏറ്റവും അവസാനമാണ് ഇപ്പൊ ഒരു മേൽപ്പാലം. അതായത് ഇവന്റെ അധികാരം ഒഴിയാൻ നേരത്താണ് ബോധം വന്നത്. മേൽപ്പാലം അതാണ് ഇപ്പം ഫ്ലക്സ് വെച്ചിട്ടാണ് നടക്കുന്നത്. മേൽപ്പാലത്തിന്റെ പണി പുരോഗമിക്കുന്നു. ഏതായാലും ഉദ്ഘാടനം നടത്താൻ പറ്റിയില്ല. ഇവൻ പണി തീരുന്നതിന് മുമ്പ് ഉദ്ഘാടനം നടത്താൻ വിദഗ്ധരാണല്ലോ. അപ്പോഴാണ് ഈ സിവിൽ സ്റ്റേഷന് മുന്നിൽ നിന്ന് നഴ്സിംഗ് പെൺകുട്ടികൾ കൂക്കിയത്. ചരിത്രത്തിൽ ആദ്യം കേരളത്തിലെ ഒരു മന്ത്രിയെ ഒരു കൂട്ടം പുതിയ തലമുറ കൂക്കി വിളിക്കുകയാണ്. ഉടയാടകളില്ലാതെ നടന്നു പോകുന്ന പോലെ.
അങ്ങനെ തന്നെയാണ് ഇവ നടക്കുന്നത്. പണി പൂർത്തിയാവാത്ത ഈ വെള്ളിമാട് കുന്ന് എന്താ പറയാ മാനാഞ്ചിറ വെള്ളിമാട് കുന്ന് റോഡ് പണി പൂർത്തിയാക്കി എന്ന് പറയുന്ന ഒരു ഉദ്ഘാടനം, അതിലാണ് ഇവൻ ഇങ്ങനെ ഒരു തുറന്ന ജീപ്പിൽ ഇങ്ങനെ രഥയാത്ര നടത്തുന്നത്. അപ്പോഴാണ് കൂകിയത്. ഉളുപ്പില്ലാത്ത എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ യുവാക്കളുടെ യുവതികളുടെ കൂക്കലേറ്റു വാങ്ങിയ ആദ്യത്തെ മന്ത്രി അവനാണ്. വീണ്ടും ബേപ്പൂർ എന്തോ മണ്ണാങ്കട്ട ബേപ്പൂര് ഇനി ഇവിടെ കുട്ടിച്ചോറാക്കി ഇനി കുട്ടിച്ചോറാക്കാനില്ല. ആ രീതിയിൽ തകർത്തെറിഞ്ഞതാണ്. എന്നിട്ട് വേണം മത്സരിക്കുകയാണ്. ഉളുപ്പുണ്ടെങ്കിൽ മത്സരിക്കാതെ ഇറങ്ങി പോകേണ്ടതല്ലേ ഇവിടെ നിന്ന്. ഇവന്റെ വിചാരം എന്താ പറയുക? ഇത് കോട്ട 45 വർഷമായി ഇളകാത്ത കോട്ടയാണ്. എടോ പണ്ടിവിടെ ഇളമരങ്കരി മത്സരിച്ചപ്പോഴൊക്കെ എന്താ പറയാ ചുരുങ്ങിയ വോട്ടുകൾക്കാണ് രക്ഷപ്പെട്ടത്. നിനക്ക് കഴിഞ്ഞ പ്രാവശ്യം 28,747 വോട്ടിന്റെ ഭൂരിപക്ഷം കിട്ടിയെന്നുള്ളതൊക്കെ ശരി തന്നെ. കഴിഞ്ഞ തവണ ഒരിക്കൽ ചക്ക വീണാൽ മുയൽ ചാകും. എല്ലായ്പ്പോഴും ചക്ക വീഴണമെന്നില്ല. ചക്ക വീണാലും മുയലിന്റെ തലയിലാകണമെന്നില്ല. മുയലിന്റെ തലയിലായാലും മുയൽ ചാകണമെന്നില്ല. ഓർത്തോറിയാസേ അത്രേ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നല്ലോ. ബാക്കി കാര്യങ്ങൾ നമുക്കിതാ അടുത്ത മൂന്നാം സീരീസിൽ നമുക്ക് ചർച്ച ചെയ്യാം കേട്ടോ. വീണ്ടും പറഞ്ഞു വരുന്നത് ബേപ്പൂരിനെ പറ്റി തന്നെയാണ് കേട്ടോ. എടോ റിയാസേ, ഈ ഇലക്ഷൻ കാലത്ത് എന്നെങ്കിലും തനിക്കൊന്ന് സത്യം പറഞ്ഞോളൂ. പോട്ടെ, റിയാസിന് സത്യം പറയാൻ പറ്റില്ല എങ്കിൽ റിയാസിന് വേണ്ടിയിട്ട് ഈ കുഴലൂത്ത് നടത്തുന്ന അന്തംഗമികൾക്ക് നിങ്ങൾക്ക് തന്നെയെങ്കിലും ഈ ജനങ്ങളോട്, ബേപ്പൂരിലെ ജനങ്ങളോട് സത്യസന്ധമായി സംസാരിച്ചുകൂടെ? നിങ്ങൾ നാട് നിങ്ങളെ ഒട്ടിച്ചു വെച്ച പോസ്റ്റർ മുഴുവൻ എന്താണ്? അങ്ങനെയാണല്ലോ അല്ലെ? നാട് മാറ്റിയ നാട്ടുകാരനാണത്രേ PA മുഹമ്മദ് റിയാസ്. ഏത് നാട്ടുകാരനാടോ ഇയാള്? ഈ ബേപ്പൂരുകാരനാണോ? നാട് മാറ്റിയ നാട്ടുകാരൻ എന്ന് പറയുകയാണെങ്കിൽ ബേപ്പൂരിൽ മത്സരിക്കുന്ന റിയാസ് ബേപ്പൂർക്കാരനാവണ്ടേ? ഇയാൾ ബേപ്പൂർക്കാരനാണോ? ഇല്ലാത്ത കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞ് നിങ്ങളുടെ വിചാരം, ഞാൻ നേരത്തെ ഈ സീരീസിന്റെ 1ാം വീഡിയോയിൽ പറഞ്ഞ പോലെ നിങ്ങളുടെ വിചാരം അത് ഈ നാട്ടിലെ ആൾക്കാർ മുഴുവൻ നിങ്ങളെപ്പോലെ പൊട്ടന്മാരാണ് എന്നുള്ള നിങ്ങളുടെ ഈ ധാരണ ഉണ്ടല്ലോ, അത് ആദ്യമായിട്ട് മാറ്റ്. ഇത് എത്രമാത്രം അപഹാസ്യമാണെന്നറിയോ? ഇതൊക്കെ ആൾക്കാർ കാണുന്നുണ്ട്. നാട് മാറ്റിയ നാട്ടുകാരനാണ് അത്രേ, ബേപ്പൂർക്കാരനല്ലാത്ത ഒരാൾ. ഇവർ പറയുന്നതെന്ന് വെച്ചാൽ നിലമ്പൂരിൽ നിന്ന് ബേപ്പൂര് വന്നിട്ട് മത്സരിക്കുന്ന അൻവർ എന്താ പറയാ അന്യ നാട്ടുകാരനാണ്, പരത്തനാണ്. ഞങ്ങളെ റിയാസ് ഇവിടെ ബേപ്പൂർക്കാരനാണ്. ബേപ്പൂരോ